സഹയാത്രി. പൗരോഹിത്യസ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ എസ്.ജെ. സ്വപ്നം കാണുന്നവൻ. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. പ്രദോഷമായി, പ്രഭാതമായി, 6-ാം ദിവസം. ഉത്പത്തി 1:31. പുരോഹിതൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവനാണ്. പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും സഭയെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ചും തൻ്റെ ജനത്തെക്കുറിച്ചും അവൻ സ്വപ്നങ്ങൾ കാണുന്നു. അതോടൊപ്പം ജീവിതത്തിൽ പ്രത്യേകിച്ച് സ്വപ്നങ്ങളൊന്നുമില്ലാതെ ജീവിക്കുന്നവർക്ക് വേണ്ടിയും സ്വപ്നങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടിയും അവൻ സ്വപ്നം കാണുന്നു. ദൈവത്തിന് ഈ ഭൂമിയെക്കുറിച്ചും തൻ്റെ ജനങ്ങളെക്കുറിച്ചുമുള്ള സ്വപ്നങ്ങളാണ് പുരോഹിതൻ്റെ സ്വപ്നങ്ങളുടെ സ്രോതസ്സ്. ഈ ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും പ്രത്യേകിച്ച് മനുഷ്യനെയും സൃഷ്ടിച്ചു കഴിഞ്ഞ് താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. അതപ്പോൾ മാത്രമല്ല, എന്നും അങ്ങനെ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. അപ്രകാരം എല്ലാം നന്നായിരിക്കുക എന്ന ദൈവത്തിൻ്റെ സ്വപ്നം തന്നെയാണ് പുരോഹിതൻ്റെയും അടിസ്ഥാന സ്വപ്നം. പുരോഹിതൻ്റെ സ്വപ്നങ്ങൾ ഗുണാത്മകമാണ്. അവ ജീവിതത്തിന് അർത്ഥവും ആഴവും കൊടുക്കുന്നവയാണ്. കർത്താവ് അവന് കൊടുത്ത പൗരോഹിത്യ വിളി ഏറ്റവും മനോഹരമായും ധന്യമായും പൂർത്തിയാക്കാനുള്ള സ്വപ്നങ്ങളാണവ. കർത്താവിൻ്റെ ദൗത്യത്തിലുള്ള പൂർണ്ണ സമർപ്പണത്തിലൂടെയും അതിൻ്റെ സാക്ഷാത്കാരത്തിലൂടെയും അവൻ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നു. പുരോഹിതൻ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി സ്വപ്നം കാണുന്നു. തീർത്ഥാടക സഭ അതിൻ്റെ ലക്ഷ്യസ്ഥാനമായ ദൈവരാജ്യത്തിലേക്ക് നടത്തുന്ന നിരന്തര യാത്രയും ലക്ഷ്യസ്ഥാനത്തെത്തിച്ചേരലും അവൻ്റെ സ്വപ്നമാണ്. അതിൽ തൻ്റെ സഹയാത്രികരുമായി ഒന്നുചേരുക എന്നത് അവൻ്റെ ജീവിത നിയോഗവും. ജാതിയുടെയും മതത്തിൻ്റെയും സമ്പത്തിൻ്റെയും ലിംഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിലുള്ള വിവേചനങ്ങളില്ലാത്ത, ഉച്ചനീചത്വങ്ങൾ അനുഭവപ്പെടാത്ത, നീതിയും സ്നേഹവും സാഹോദര്യവും സമത്വവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ശ്രേഷ്ഠമായ ഒരു സാമൂഹിക സംവിധാനം അവൻ സ്വപ്നം കാണുന്നു. അവിടെ സഹോദരർ സഹോദരർക്കെതിരെ വാളുയർത്തുകയോ പടയൊരുക്കം നടത്തുകയോ ചെയ്യില്ല. കള്ളവും ചതിയും വഞ്ചനയും നടത്തി ആരും ആരെയും ചൂഷണം ചെയ്യില്ല. ഓരോരുത്തരും സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാണെന്ന തിരിച്ചറിവോടെ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും പരിപാലിച്ചും ജീവിക്കുന്ന കുടുംബങ്ങളും സമൂഹങ്ങളും അവൻ്റെ സ്വപ്നമാണ്. ദൈവം മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും വസിക്കാൻ ദാനമായി തന്ന ഭൂമിയെക്കുറിച്ചും പുരോഹിതൻ നന്മ നിറഞ്ഞ സ്വപ്നങ്ങൾ കാണുന്നു. മനുഷ്യമക്കൾ അമ്മയെപ്പോലെ ഈ ഭൂമിയെയും പ്രപഞ്ചത്തെയും സ്നേഹിക്കുകയും ആദരിക്കുകയും വരുന്ന തലമുറകൾക്കും ഇവിടെ ജീവിക്കേണ്ടതാണെന്ന ബോധത്തോടെ ഭൂമിയെ കാത്തു പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു ലോകക്രമം അവൻ സ്വപ്നം കാണുന്നു. പുരോഹിതൻ്റെ സ്വപ്നങ്ങൾ അലസൻ്റെ ദിവാസ്വപ്നങ്ങൾ പോലെയല്ല. പ്രത്യേക വിശ്വാസബോധ്യവും മൂല്യസംഹിതയും
ജീവിത തത്വങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് സാധ്യമാകണം എന്നുള്ളിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അവൻ സ്വപ്നം കാണുന്നത്. ആ സ്വപ്നങ്ങൾ പൂർത്തിയാകുന്നതിനു വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുകയും അധ്വാനിക്കുകയും ചെയ്തുകൊണ്ട് അവൻ തൻ്റെ സഹയാത്രികരുമായി യാത്ര തുടരുന്നു. ധ്യാനം. സ്വസ്ഥമായിരുന്ന് എൻ്റെ പൗരോഹിത്യ യാത്രയിൽ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളോട് ചേർത്ത് ഞാൻ കൂടെ കൊണ്ടു നടക്കുന്ന വിവിധ സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. സാവധാനം ഓരോന്നും വീണ്ടും വീണ്ടും ആസ്വദിച്ച് കാണുക. അവയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവയുടെ സാക്ഷാത്കാരത്തിനായി ഓരോ ദിവസവും പ്രവർത്തിക്കാൻ എന്നെ പ്രാപ്തനാക്കണേ എന്ന് പ്രാർത്ഥിക്കുക.